നമസ്കാരം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവിധ തരം ഡെപ്പോസിറ്റ് സ്കീമുകളും നിക്ഷേപ അവസരങ്ങളുമാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നിക്ഷേപം ഭൂമിയിൽ നിക്ഷേപിക്കുക, സ്വർണത്തിൽ നിക്ഷേപിക്കുക, സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുക, ചിട്ടിയിൽ നിക്ഷേപിക്കുക, ബാങ്ക് നിക്ഷേപങ്ങൾ നടത്തുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ പരമ്പരാഗത നിക്ഷേപങ്ങൾ. പിൻകാലത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയർ മാർക്കറ്റ്, ഇൻഷുറൻസ് കമ്പനികളുടെ വിവിധ പദ്ധതികൾ, ഇങ്ങനെ പിൻകാലത്ത് ധാരാളം നിക്ഷേപ അവസരങ്ങൾ വന്നു. ആധുനിക കാലത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിക്ഷേപ അവസരങ്ങൾ വന്നു. ബിറ്റ്കോയിൻ വരെ വന്നു. അതുപോലെ തന്നെ ഗോൾഡ്, അങ്ങനെ ധാരാളം നിക്ഷേപത്തിനുള്ള അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഇങ്ങനെ നിരവധി നിക്ഷേപ അവസരങ്ങൾ ഉള്ളപ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഒരു കൺഫ്യൂഷൻ, ഒരു എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ നിക്ഷേപിക്കണം, എപ്പോൾ നിക്ഷേപിക്കണം, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാമെന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നിക്ഷേപം നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ വരുമാനം നേടുന്നതിനുള്ള മേഖലയിൽ നല്ല സമയവും ബുദ്ധിയും ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായും വളരെ ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ, ധാരാളം നിക്ഷേപ അവസരങ്ങളുള്ളപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്നത്തെ ആധുനിക കാലത്ത് വളരെയധികം ചിന്തിച്ചും വിലയിരുത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. അതിന് സാധാരണ രീതിയിൽ ഇപ്പോൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റേഴ്സും ഉണ്ട്. അവർ നല്ല പ്രഗത്ഭരായ ആളുകളിൽ മേഖലയിലുണ്ട്. വളരെയധികം പരിശീലനവും ധാരാളം സെമിനാറുകളും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും സാമ്പത്തിക രംഗങ്ങളിലെ മാറ്റങ്ങളും, ഇന്ന് നമുക്ക് സാമ്പത്തിക രംഗങ്ങളിലെ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും അപഗ്രഥിക്കുവാനുമുള്ള അവസരങ്ങളുണ്ട്. ചാനലുകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മണി മാർക്കറ്റുകൾ, അതുപോലെ തന്നെ സാമ്പത്തിക രംഗം മാത്രം കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ, അതിനു വേണ്ടി മാത്രമുള്ള വാർത്താമാധ്യമങ്ങൾ, ഇപ്പോൾ എക്കണോമിക് ടൈംസ് പോലെയുള്ള പത്രങ്ങൾ, അങ്ങനെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ഈ തരത്തിലുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ അതിൻ്റെ അപഗ്രഥിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും അത് ഒരു നിക്ഷേപകൻ അത് സൂട്ടബിളാണോ എന്നുള്ളത് സ്വന്തമായി അപഗ്രഥിച്ച് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയും ടെക്നോളജി പരമാവധി ഉപയോഗിക്കുകയും പ്രൊഫഷണലിസം പരമാവധി നടപ്പിലാക്കുകയും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും ഇതൊക്കെ അപഗ്രഥിക്കുന്നതിനും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം പേര് അക്കാഡമിക്കലി ക്വാളിഫൈഡായ ഗ്രാജുവേറ്റ്സ്, അതിലും മുകളിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ ധാരാളം ഈ മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനം. ഇന്നിപ്പോൾ ഒരു കമ്പനിയുടെ ആസ്തി എത്രയുണ്ട്, ആ കമ്പനിക്ക് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് എത്ര ലാഭമുണ്ട്, മൊത്തം കമ്പനിയുടെ ആസ്തി എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, അതിനകത്ത് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ, അതായത് കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയിൽ ഉള്ള വ്യക്തികൾക്ക് എത്ര ശതമാനമുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ മുൻകാലങ്ങളിൽ കമ്പനിയുടെ
പ്രവർത്തനം ഏത് മേഖലയിലായിരുന്നു, അതുപോലെ തന്നെ ആ കമ്പനിയുടെ എന്താണ് അവരുടെ ഉൽപ്പാദനം, അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഇപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഉൽപ്പന്നത്തിന് സാധ്യതയുണ്ടോ, അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ ചിലവാകുന്ന സാധനമാണോ അതോ ഇത് വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ച് പോകുന്ന ഒരു പ്രൊഡക്ഷനാണോ, ഉൽപ്പന്നമാണോ, ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞിട്ടാണ് ഒരു കമ്പനിയുടെ പ്രോഗ്രസ് വിലയിരുത്തുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുവാനും ഇതൊക്കെ അപഗ്രഥിക്കുവാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. കാരണം ഡിജിറ്റൽ സാങ്കേതികവിദ്യ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് ഇതെല്ലാം വിരൽത്തുമ്പിലാണ്. എത്ര ദൂരെ വേൾഡിൽ എവിടെ ഉള്ള കമ്പനി ആയി കഴിഞ്ഞാലും ആ കമ്പനിയുടെ കംപ്ലീറ്റ് ഡാറ്റ ജനങ്ങളെ അറിയേണ്ട കാര്യങ്ങൾ, അവരുടെ സാങ്കേതിക രഹസ്യങ്ങളൊന്നും നമുക്ക് കിട്ടാനും ഓൺലൈൻ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കമ്പനിയുടെ സാങ്കേതിക രഹസ്യം നമുക്ക് അറിയാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. അവരുടെ ഷെയർ എത്രയുണ്ട്, അവർക്ക് പബ്ലിക് ഇഷ്യൂ എത്രയുണ്ട്, അവർക്ക് പ്രൊമോട്ടേഴ്സിന് എത്ര ശതമാനം അവരുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിൽ അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഇതെല്ലാം വിലയിരുത്തി കഴിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കുന്നത്. ഈ പ്രൊമോട്ടേഴ്സിന് എത്ര ശതമാനം ഷെയർ ഉണ്ടെന്നുള്ളത് വിലയിരുത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇവർ കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് സംഭരിച്ചു ഈ കമ്പനി നടത്തുന്നു. അവരെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയൊരു നിക്ഷേപം ശതമാനം അതിനകത്തുള്ളൂ എന്ന് വിചാരിക്കുക. കമ്പനി ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് വിഷയമില്ല, കാരണം അവരെ അത് ബാധിക്കില്ല, കാരണം പബ്ലിക്കിൻ്റെ പൈസയാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വിലയിരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിക്ഷേപകനും നമ്മൾ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നമ്മുടെ അഭിപ്രായം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിക്ഷേപം നടത്തുക. ഇപ്പോൾ നമ്മൾ പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ബാങ്ക് നിക്ഷേപത്തിന് 100% ഗ്യാരണ്ടിയാണ്. പ്രത്യേകിച്ച് സർക്കാർ ബാങ്കുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരും എന്നുള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണയൊക്കെ വെറും തെറ്റാണ്. പാസ്ബുക്കിൽ നമുക്ക് കൃത്യമായി അതിൽ പ്രിൻ്റ് ചെയ്ത് സീൽ വെച്ച് തരുന്നുണ്ട്, ബാങ്കിൻ്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഒരു നാഷണലൈസ്ഡ് ബാങ്കായാലും ഏത് ബാങ്കായി കഴിഞ്ഞാലും പരമാവധി 5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ഉള്ളൂ. അതിന് മുകളിലുള്ള തുക നമ്മൾ തന്നെ സ്വന്തം ഗ്യാരണ്ടി, ഒരാളും ഗ്യാരണ്ടി തരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ ആളുകൾ കുറച്ച് പേര് പറയുന്നതിലോ ഒന്നല്ല കാര്യം ഇരിക്കുന്നത്. അതിന് യഥാർത്ഥമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അതിൻ്റെ ചട്ടക്കൂടിലുള്ള കാര്യങ്ങളും ആ ചട്ടക്കൂടിൽ ഏത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കൺട്രോൾ ഉണ്ടോ, അതിൻ്റെ നിക്ഷേപത്തിന് ആരൊക്കെ ഗ്യാരണ്ടി തരുന്നു, അല്ലെങ്കിൽ ഈ അതിൻ്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കാലങ്ങളായി നടക്കുന്ന സ്ഥാപനമാണ്. എൻ്റെ നാട്ടിലുള്ള സഹകരണ സംഘം അത് ഒരു കാരണവശാലും ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ധരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ധാരണ ഇത് സർക്കാരിന് ഗ്യാരണ്ടി ഉണ്ടെന്നാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം സഹകരണ സംഘങ്ങൾ തകർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലയെന്ന്. അതുപോലെ തന്നെ മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അത് ഇതിലും വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് നാട്ടിൽ ഉള്ള ഭരണസമിതിയും ഭരണ ആളുകളും അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്. നമുക്ക് അവരെ കാണുമെങ്കിലും എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അവരെ സംബന്ധിച്ച് നാട്ടിലും അവർക്ക് ഭാവിയിൽ അവർക്ക് ജീവിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് അവരെ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ്മെൻറ്റ് എടുക്കും. അതേസമയം ഈ മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കിടക്കുന്നതാണ്. അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആരും അറിയില്ല, ഒരു രൂപം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു മേഖലയാണ് ഷെയർ മാർക്കറ്റ്. അത് ഇന്നൊരു സാധാരണക്കാരന് ഒരു നിക്ഷേപം നടത്തി അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം
ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക ഉപയോഗിച്ച് ട്രെൻഡുകളെ അനലൈസ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റാണ് ട്രെൻഡ് അനലൈസ് ചെയ്ത് തരുന്നത്. അങ്ങനെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് വർഷങ്ങളോളം അനുഭവ സമ്പത്തും അതുപോലെ തന്നെ എക്സ്പേർട്ട് ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ മാനേജർമാരെയൊക്കെ വെച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആണുള്ളത്. അവിടെ നമ്മളെന്നൊരു വ്യക്തി കൊണ്ടുവന്ന ഒരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും അനലൈസ് ചെയ്യാനോ ഇതിനൊന്നും പഠിക്കാനോ നമുക്ക് നേരമില്ല. അപ്പോൾ നമ്മുടെ പണത്തിന് നമുക്ക് ശരിയായൊരു ദിശയിൽ നിക്ഷേപം നടത്തുവാനുള്ള സാഹചര്യം കുറവാണ്. കാരണം അത് അത്രയും ആധുനിക സാങ്കേതിക വിദ്യയും അത്രയും എക്സ്പെർട്സാണ് അത് ഡീൽ ചെയ്യണത്. അവരെ മറികടന്ന് നമുക്കത് നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിനെ മറികടക്കാനാണ് ഇന്നിപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ ഫണ്ടുകൾ എല്ലാം അതിനെ മറികടക്കാൻ വേണ്ടി അവരിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് തന്നെയാണെങ്കിൽ LICയുടെ ഈ സ്കീമുകൾ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകളിൽ നിക്ഷേപിക്കുന്ന പണം വർഷങ്ങളായി ഹൈ എക്സ്പെർട്സായ പോർട്ട്ഫോളിയോ മാനേജർമാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവർ അതിൻ്റെ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ അതിനുള്ള എക്സ്പേർട്സും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും സ്റ്റാഫും എല്ലാം ഉപയോഗിച്ച് മാർക്കറ്റ് അനലൈസ് ചെയ്ത് അനലിസ്റ്റുകളെ വെച്ച് ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് നിക്ഷേപം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരത് ഭംഗിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് നല്ല കാര്യമാണ്, അത് നല്ല രീതിയിലുള്ള നല്ലൊരു കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ദിവസവും മാർക്കറ്റിൽ ട്രെൻഡ് മാറുന്നതും അതനുസരിച്ച് അതിൻ്റെ സ്വിച്ചിങ് മാറ്റിയിട്ട് ഫണ്ട് മാറ്റിയിട്ടില്ല കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടും നിക്ഷേപം നടത്തണമെങ്കിൽ അതിൽ നല്ലൊരു സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ അതിനുള്ള സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം വേണം. അതുപോലെ സാമ്പത്തിക രംഗത്തുള്ള പരിജ്ഞാനവും നല്ലോണം വേണം. എങ്കിൽ മാത്രമേ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു വ്യക്തിക്ക് മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്വർണം നമ്മൾ പരമ്പരാഗതമായിട്ട് പൂർവികരായിട്ട് ഉള്ള ഒരു നിക്ഷേപ ഉള്ള കാര്യമാണ്. ഒരു നിക്ഷേപം ആണ് സ്വർണ്ണ നിക്ഷേപം. ആ നിക്ഷേപത്തിൽ നമ്മെ സംബന്ധിച്ച് ഇന്ന് ആധുനിക കാലത്ത് ധാരാളം സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതത്ര ആകർഷകമല്ല. കാരണം സ്വർണം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് മുഴുവൻ ആഭരണങ്ങളായിട്ട് വാങ്ങിക്കണം. ആഭരണങ്ങളായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പണിക്കൂലി, പണിക്കുറവ്, ഇങ്ങനെ നിരവധി ചാർജുകൾ ചെയ്തിട്ടാണ് നമുക്ക് സ്വർണം കിട്ടുന്നത്. ഫലത്തിൽ നമ്മൾ ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പറ്റിയ വിഡ്ഢിത്തരം നമ്മൾ മനസ്സിലാക്കണം. 10 ലക്ഷം രൂപ ഞാൻ മുടക്കി 10 ലക്ഷം രൂപയുടെ സ്വർണം എൻ്റെ കയ്യിലുണ്ടെന്നാണ് നമ്മൾ ധരിച്ച് വച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പണിക്കൂലി, പണിക്കുറവ്, ഇങ്ങനെയുള്ള തേയ്മാന കുറവ്, ഇതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിച്ച് അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ എടുക്കുമ്പോഴാണ് യഥാർത്ഥ കാര്യം മനസ്സിലാകുന്നത്. പിന്നെ ഈ സ്വർണം ഇതിനുള്ള ഒരു വലിയൊരു പ്രതിസന്ധി നമ്മൾ നിസ്സാരമായിട്ട് കാണുമെങ്കിലും അത് നമ്മളുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ടെൻഷനാണ്. കാരണം അത് സൂക്ഷിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ സംരക്ഷണവും വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു വഴിക്ക് പോകുമ്പോൾ ഒരു മാനസികമായിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. വീട്ടിൽ വെച്ച് ഇത്ര വലിയ നമ്മുടെ ഒരു പവനുള്ള ആളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അത് വലിയതാണ്. 100 പവനുള്ള ആളെ സംബന്ധിച്ചാണെങ്കിലും ആ 100 പവൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് 1 പവൻകാരനും 100 പവൻകാരനും 1000 പവൻകാരനും ടെൻഷൻ ഉണ്ടാവും. കാരണം അവനെ സംബന്ധിച്ച് അത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീടടച്ച് കൂട്ടി പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമ്മളൊക്കെ വലിയ കാര്യമായിട്ട് സ്വർണം വാങ്ങിച്ച് സംഗതി
കൊണ്ടുവച്ചു, ഭദ്രമാക്കി വെച്ചു. ഇതിൽ കഴിഞ്ഞ് നമ്മളത് വിൽക്കാൻ ചെല്ലുമ്പോഴാണ് അതിൻ്റെ തനി നിറം അറിയണേ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ക്യാരറ്റ് കുറവാണ്. നമ്മളെല്ലാ ക്യാരറ്റ് മെഷീനൊക്കെ വെച്ചിട്ട് വാങ്ങിച്ചിട്ട് നോക്കിയിട്ടുണ്ടെന്ന് വാങ്ങിക്കണേ, ക്യാരറ്റ് കുറവാണ്, ഇത്രയും ക്യാരറ്റ് ഇല്ല. തന്നെയല്ല, അപ്പോൾ ഇത് ആർക്കും വേണ്ട. ഒരു സ്വർണ്ണക്കടയിൽ നമ്മൾ സ്വർണ്ണം വാങ്ങിക്കാൻ ചെന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് സന്തോഷമായിട്ട് 10 ലക്ഷം രൂപയായിട്ട് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ, 1 പവൻ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ 1 ഗ്രാം നമ്മളെ സംബന്ധിച്ചത് വിലപ്പെട്ടതാണ്, നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. നമുക്കൊരാവശ്യം വന്ന നേരത്ത് അതവിടെ കൊണ്ടു ചെല്ലുമ്പോഴാണ് പണിക്കൂലി കുറച്ചു, അതിൻ്റെ മറ്റുള്ള പലതരത്തിലുള്ള ചാർജുകളെല്ലാം കുറച്ചു. അവസാനം ഇതിനകത്ത് ഈ മാലയുടെ ഉള്ളിലാണെങ്കിൽ ചെളിയുണ്ട്, അത് ചെളി മാറ്റണം. ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇടപഴകുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ നിന്ന് ചെളി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാലയുടെ ഉള്ളിലൊക്കെ അഴുക്കുകളുണ്ട്, അതിനൊന്നും തൂക്കുമ്പോൾ പ്രശ്നം വരും, അതുകൊണ്ട് അത് ക്ലീൻ ചെയ്തിട്ടേ പറ്റുള്ളൂ എന്ന് പറയും. അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തൂക്കിയാലും കുറേ കുറവായിരിക്കും. കാരണം അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഈ മേഖലയിലുള്ള കാര്യങ്ങൾ. അതിപ്പോൾ നമ്മൾ അടുത്തവിടെ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഭൂരിഭാഗം പേർക്കും അറിയാം. അപ്പോൾ നമ്മൾ കൊടുക്കാൻ നേരത്ത് അതിനകത്തുള്ള പിന്നെ എന്തെങ്കിലും കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും വില കിട്ടില്ല. അപ്പോൾ സ്വർണത്തിൻ്റെ നിക്ഷേപം നമ്മൾ ആഭരണമായിട്ട് ധരിക്കാൻ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഭരണമായിട്ടൊരു സ്വർണം വാങ്ങിച്ചത് ഉപയോഗിക്കാൻ നല്ലതാണ്. പക്ഷെ അല്ലാതെ അതൊരു നിക്ഷേപമായിട്ട് നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടത് പരാജയമാണ്. അതേസമയം ഇനി നിക്ഷേപം, എനിക്ക് സ്വർണത്തിൽ തന്നെ നിക്ഷേപം നടത്തണം എന്നുള്ള ഒരാഗ്രഹമുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഡിജിറ്റൽ ഗോൾഡ് സ്കീമുകളുണ്ട്. ആ സ്കീമുകളിൽ ഈ പറഞ്ഞ പണിക്കൂലി കുറവോ തേയ്മാനക്കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സംഗതിയില്ല. കറക്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന ആക്ച്വലും വിലയ്ക്കുള്ള സ്വർണം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൊടുക്കാൻ നേരത്തായി കഴിഞ്ഞാലും അതിൻ്റെ ആക്ച്വൽ പ്രൈസ്, അവിടെ പണിക്കുറവ് കുറയ്ക്കും, അങ്ങനെയുള്ള ഒരു മാനദണ്ഡവും അവിടെ കുറയില്ല. തന്നെയല്ല, അവിടെ ഈ പറഞ്ഞോണം തേയ്മാനക്കുറവ് കൂടാതെ മറ്റേ ഇതിൻ്റെ കൊടുക്കാൻ നേരത്ത് നമ്മൾ ചെല്ലുമ്പോൾ പറയുന്ന മാതിരി ഇതിൻ്റെ ക്യാരറ്റ് കുറവാണെന്നുള്ള ആ വക യാതൊരു വിഷയം ഉണ്ടാവില്ല. നമ്മൾ സ്വർണം ഈ ഡിജിറ്റൽ ഗോൾഡിന് നമ്മൾ വാങ്ങിച്ച് ആ വിലയ്ക്ക് വാങ്ങിച്ച് കൊടുക്കാൻ നേരത്ത് നമ്മൾ അന്നത്തെ വിലയനുസരിച്ച് കിട്ടും. അത് ഇന്നത്തെ കാലത്ത് നല്ല ഒരു സംഗതിയാണ്. പക്ഷെ അതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയുള്ള അറിവും അത് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചാണ് ഡിജിറ്റൽ ഗോൾഡൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ നിക്ഷേപങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഡിജിറ്റൽ ഗോൾഡും ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ഒരു നിക്ഷേപമാണ്. അത് നല്ല കാര്യമാണ്. ഒരു ചെറിയ തുക നമുക്ക് ഒരു മാസം നമ്മൾ കുടുക്കയിൽ നിക്ഷേപിക്കുന്ന ഇതിൻ്റെ ഒരു ബദലായിട്ടുള്ളൊരു സംവിധാനം, അത് നല്ല കാര്യമാണ്. പക്ഷേ അതിനുള്ള പോരായ്കയുണ്ട്. നമുക്ക് പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ തത്സമയം ആ പൈസ കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപാൽ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ കൂടെയാണ് അവർ നടത്തുന്നത്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളും അതുപോലെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റൽ ഉരുപ്പടികളുടെ പരിശീലനവും അനുഭവ സമ്പത്തുമുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് ചുരുക്കം പേർക്ക് മാത്രമേ ഈ സാമ്പത്തിക രംഗത്തുള്ള അനുഭവ സമ്പത്തും പരിചയമുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും. അതിപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലോ. ഇപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ തത്സമയമൊന്നും പൈസ കിട്ടില്ല. അപ്പോൾ സുരക്ഷിതമാണ്. പിന്നെ നമുക്ക് ചിട്ടി കാലഹരണപ്പെട്ടുപോയി. അത് നമ്മൾ കാലഹരണപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയാണ്. അപ്പോൾ പുരാതന കാലത്ത് പരസ്പരം ഒരു ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേര് ഒന്നിച്ച് ഒരു ചിട്ടി ചേർന്ന് ഒരാൾക്ക് അത്യാവശ്യം വന്നതിനാണെങ്കിൽ അത് വിളിച്ചെടുത്തു. അങ്ങനെ ഒരു പരസ്പര സഹായ നിധിയായിരുന്നു പൂർവാദി കാലം മുതലുള്ള ഒരു പരസ്പര സഹായ നിധി പോലുള്ള ഒരു സംഭവമായിരുന്നു ചിട്ടി. ഇന്നിപ്പോൾ അതിന് ധാരാളം സംവിധാനങ്ങൾ വേറെ വന്നു. നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ എന്തെല്ലാം നമ്മുടെ വീട്ടിലെത്തിച്ച് കയറുമ്പോൾ ഡോർ ടു സർവീസ് കിട്ടുന്ന ഒരു കാലമാണ് ലോണിന്.
അപ്പോൾ ചിട്ടി തരുന്നതിൻ്റെ മെയിൻ കാര്യം ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ വിളിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ചേർന്ന് ഒരു വീട് പണിയണം, അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മകളുടെ മാരേജ്, ഇങ്ങനെയുള്ള ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് അത് ചേരുന്നത്. ഇന്നിപ്പോൾ അതിനൊക്കെയുള്ള ധാരാളം സ്കീമുകൾ, ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള സ്കീമുകളും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ധാരാളം പേഴ്സണൽ ലോണുകളും അതുപോലെ തന്നെ നമ്മുടെ ഡോർ സ്റ്റെപ്പിലെത്തുന്ന സംവിധാനങ്ങളെ. അപ്പോൾ അതിന് പ്രസക്തിയില്ല. പിന്നെ നമ്മൾ നിക്ഷേപങ്ങളിൽ കാര്യമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ധാരാളം മേഖലകളുണ്ട്. ബിറ്റ് കോയിനൊക്കെ, അതൊക്കെ വലിയ സാധാരണ ആളുകളെ സംബന്ധിച്ചൊന്നും മനസ്സിലാക്കാനോ അതിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം നിക്ഷേപ സാഹചര്യങ്ങൾ നമുക്കുള്ളപ്പോൾ, അവസരങ്ങളുള്ളപ്പോൾ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ആലോചിച്ചും മനസ്സിലാക്കുകയും ചെയ്യണം. അതിന് എപ്പോഴും ഒരു എക്സ്പേർട്ടിനെ നമ്മൾ സഹായം തേടുന്നതാണ് ബുദ്ധി. നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ മേസന്മാരെ വിളിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട് പണിതിരുന്ന കാലമായിരുന്നു. ഇന്നിപ്പോൾ അത് പ്രായോഗികമാണോ? ഇരട്ടി പൈസ വരും. നമ്മളൊരു വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്ന പൈസയുടെ ഇരട്ടി വരും. നമ്മൾ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും അതിൻ്റെ ലേബേഴ്സിനൊക്കെ വെച്ച് നമ്മളെ നിർത്തി പണിയിപ്പിച്ച സമയത്തിന് പണി നടക്കില്ല. അതേസമയം അതൊക്കെ കോൺട്രാക്റ്റ് കൊടുത്തു. ഇന്നിപ്പോൾ വീട് പണി നമ്മളെന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു. നമ്മളെ ഇടയ്ക്ക് അതിൻ്റെ നോക്കേണ്ട കാര്യമുള്ളൂ. അത് നമുക്ക് താക്കോല് കയ്യിൽ തരും, അതിൻ്റെ പണിത് കൊടുത്തു. അപ്പോൾ ഇന്നൊക്കെ അങ്ങനെ ആ തരത്തിലേക്ക് മാറി. എല്ലാം പ്രൊഫഷണലിസം വന്നു. അപ്പോൾ അതുപോലെ ഇതും പ്രൊഫഷണലിസമാണ്. അതിന് നല്ല എക്സ്പേർട്സ് വഴിയായിട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നല്ല രീതിയിലുള്ള ഡയറക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഡയറക്ഷനും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നിക്ഷേപങ്ങളും ബന്ധപ്പെടുക. P.O. ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആൻഡ് ഏജൻറ്റ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. മൊബൈൽ 94 46 21 50 19. ഇമെയിൽ licdevasi@gmail.com. യൂട്യൂബ് ചാനൽ LIC ദേവസി. ഓക്കെ, താങ്ക് യു.